ഒരു ഭാഗത്ത് BJP പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു തൊലയ്ക്കുന്നു. മറുഭാഗത്ത് അദാനിക്കും അംബാനിക്കും വേണ്ടി BJPയും കോൺഗ്രസും കടിപിടി കൂടുന്നു. ISROയുടെ വാണിജ്യ ഉൽപാദന പ്രവർത്തനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി BJP. ഇനി ഇവര് തരുന്ന എല്ലാ സേവനങ്ങൾക്കും വലിയ വിലക്കയറ്റം ഉണ്ടാവും. അത് സാധാരണക്കാരനെ നട്ടം തിരിയിക്കും. സാധാരണക്കാർക്കല്ല, ഇതിനി പുറത്തുനിന്ന് കണ്ട് ആസ്വദിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. വിദ്യാഭ്യാസം, കൃഷി, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണം, ഇതിനെല്ലാം ISRO കുറഞ്ഞ ചെലവിലുള്ള സേവനങ്ങളാണ് തന്നിരുന്നത്. അതിനി ഉണ്ടാവില്ല. സാധാരണക്കാരന്റെ മക്കൾക്ക് ഇതിന്റെ ഒന്നും മുന്നിൽ പോയി നിൽക്കാനുള്ള അർഹത പോലും ഉണ്ടാവില്ല. അതായത് നമ്മുടെ നാട്ടിൽ ചാണകം നക്കിക്കൊണ്ട് നടക്കുന്ന ഈ പൊട്ടം കഴുതകൾക്ക് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നറിയില്ല. ഇത് ഭാവിയിൽ നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കുമെന്നറിയില്ല. ഇല്ലാത്ത ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ മാത്രമേ മാർക്ക് അറിയുള്ളൂ. അതുപോലെ തിരുപ്പള്ളി, തിരുച്ചിറപ്പള്ളി 11 വിമാനത്താവളമാണ് ഇതുപോലെ സ്വകാര്യവൽക്കരിക്കുന്നത്. അതുപോലെ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ നിരക്കുകൾ കുത്തനെ ഉയരും. അതായത് രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും രാജ്യത്തെ പാവപ്പെട്ടവനും ജാതി കുറഞ്ഞവനും ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു.